അതിബുദ്ധി കണ്ടിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം റദ്ദാക്കാൻ വേണ്ടി ഈ നാട്ടിൽ തന്നെ ഒരാള് പിന്നെ ഇത് കൊടുത്തിട്ടാണ്. അവര് ഉദ്ദേശിച്ചത് പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനെതിരില്ല. പ്രകൃതി സ്നേഹം, നമ്മളും പ്രകൃതി സ്നേഹികളാണ്. പക്ഷേ പ്രശ്നം എവിടെ വെച്ചാൽ അവർക്ക് ഒരു ദൂരക്കാഴ്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി റിസർവിന്റെ നിയമങ്ങളല്ല അവിടെ പരിപാലിക്കുന്നത്, ഈ റിസർവ് ഫോറസ്റ്റ് നിയമങ്ങളാണ്. അതുകൊണ്ട് സുധീഷൻ ആ കേസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുകൂടി സുധീഷനോട് വൈരാഗ്യം കൂടി. സുധീഷൻ ആ ഭൂമിയിൽ കയറിയപ്പോൾ നിരവധി തവണ കേസെടുത്തു. കോടതിയിൽ ഈ കാര്യം വളരെ വ്യക്തമായി ബോധിപ്പിക്കാൻ എനിക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയപ്പോൾ അതിനൊക്കെ കോടതിയിൽ ഇക്കാര്യം വ്യക്തമായി ബോധിപ്പിക്കാൻ മാത്രമല്ല, കേരളത്തിലെ മറ്റേ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിന്റെ അപ്പോഴൊക്കെ ഞങ്ങൾ ജനങ്ങളോടൊപ്പം പറയുന്നുണ്ട്. പക്ഷെ പലരും ഭയപ്പെട്ടൊക്കെ മാറിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ചിത്രം മാറിയില്ല. കാരണം വെച്ചാൽ ഈ 2-3 വിധി ഇപ്പൊ വന്നത് ഫോറസ്റ്റിനെതിരായിട്ടുള്ള വിധിയാണ്. പക്ഷെ അത് അനുസരിക്കാൻ പോലും ഫോറസ്റ്റ് ചെയ്യാറില്ല. ഞാനിപ്പോ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സർക്കാരുണ്ട് സംസ്ഥാനത്ത്. ആ സർക്കാരിന് പാരലൽ ആയിട്ട് ഒരു സർക്കാരാണ് ഈ ഫോറസ്റ്റ് നമ്മൾ യോജിക്കുകയാണെങ്കിൽ ഇതാണ് കേരളത്തിലെ 3 ജില്ലയിൽ മേജർ കണ്ടന്റ്. അവിടെ എന്ത് വരുന്നില്ല, ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇത് വരുന്നില്ല മനസ്സിലാക്കണം. എന്നാൽ ഇനിയിപ്പോൾ നമ്മൾ നാഷണൽ ലെവലിലേക്ക് പോവാണ്. ഞാൻ ഇത് സ്റ്റേറ്റിൻ്റെ പറഞ്ഞ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് ഞാൻ 2004 ഡാറ്റ പ്രകാരം കണ്ണൂർ ജില്ല കേന്ദ്രഭരണ പ്രദേശവും കണ്ണൂർ 29% കണ്ടുള്ളപ്പോൾ അവിടെ ഈ നിയമം നടപ്പിലാക്കില്ല. അതായത് എന്താണ് പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ആരാവട്ടെ ഭരണമാവട്ടെ എന്താ പറയുന്നത്, എത്ര അതുപോലുള്ള മരങ്ങളുള്ള ഭൂമി അതല്ലെങ്കിൽ പിന്നെ ആ ഭൂമിക്ക് അവർ കൺവെൻഷൻ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഞങ്ങൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് വരാതിരിക്കുന്നത് മറച്ച് ലീസിന് കൊടുക്കാനുള്ള പ്ലാനിങ്ങോ അതുപോലെ ബിസിനസ് ചെയ്യാനുള്ള പ്ലാനിങ്ങോ വേറെ വിഷയം. ഞാൻ സമ്മതത്തിലല്ല. എനിക്കതിൽ പിന്നെ